കുഷ്ഠരോഗിയുടെ സൗഖ്യം കേവലം ഒരു ശാരീരിക സുഖപ്പെടൽ മാത്രമല്ല, അത് ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു. പുറത്താക്കപ്പെട്ടവൻ സമൂഹത്തിൻ്റെ ഭാഗമായി മാറി. നിരാശയിലായിരുന്നവൻ പ്രത്യാശയുള്ളവനായി മാറി. ഈ നോമ്പ് കാലത്ത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, എൻ്റെ ജീവിതത്തിൽ സൗഖ്യം ആവശ്യമുള്ള ഭാഗങ്ങൾ ഏതാണ്? അത് നമ്മുടെ ദേഷ്യമായിരിക്കാം, സ്വാർത്ഥതയായിരിക്കാം, അഹങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തതായിരിക്കാം. ക്രിസ്തുവിൻ്റെ മുൻപിൽ ആ കുഷ്ഠരോഗിയെപ്പോലെ നമുക്കും വീഴാം. പാപമാകുന്ന കുഷ്ഠം ബാധിച്ച നമ്മെ അവിടുന്ന് തൊട്ട് ശുദ്ധീകരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. ഞങ്ങളുടെ കാവൽക്കാരനും വൈദ്യനുമായ സർവശക്തനായ ദൈവമേ, ഈ വലിയ നോമ്പിൻ്റെ ആദ്യ ഞായറാഴ്ച ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഞങ്ങൾ കണ്ട ആ കുഷ്ഠരോഗിയെപ്പോലെ ഹൃദയം നൊന്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ ശുദ്ധരാക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ പാപക്കറകൾ കഴുകണമേ. അഹങ്കാരം കൊണ്ടും വിദ്വേഷം കൊണ്ടും ഞങ്ങൾ സ്വയം തീർത്ത മതിലുകൾ തകർക്കണമേ. യേശുവേ, രോഗികളായിരിക്കുന്നവർക്ക് ശാരീരിക സൗഖ്യവും മനസ്സ് തകർന്നവർക്ക് ആത്മീക ശാന്തിയും നൽകണമേ. അങ്ങയുടെ കരുണയുടെ കരങ്ങൾ ഞങ്ങളുടെ മേൽ വച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നോമ്പ് കാലത്ത് ഓരോ ദിവസവും അങ്ങയോട് കൂടുതൽ അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹസ്പർശം വഴി ലോകത്തിന് പ്രകാശമായി ഞങ്ങളെ മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്നേക്കും. ആമേൻ.